ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ബോട്ടിൽ ആർട്ട് നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസാണ്. നമ്മൾ ഇന്ന് ഒരു ഫോട്ടോ ഫ്രെയിമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന ഫോട്ടോ വെച്ച് ആ കാർഡ്ബോർഡ് പീസിൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രെയിം എത്ര വീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുത്തിട്ടുള്ള അതേ വലുപ്പത്തിൽ നമ്മൾ വേറെയും കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഒരു 3 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന ഫ്രെയിമിന് താഴെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഒരു 3 കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. അതിലൂടെയാണ് നമ്മൾ ഫോട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചെറിയ 3 പീസും ഇതുപോലെ അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ 3 പീസുകളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രെയിം എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. നമ്മൾ ഫസ്റ്റിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ബോട്ടിൽ ആർട്ട് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെ 3 ഭാഗത്തുള്ള ഫ്രെയിം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ഫോട്ടോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 4 കോർണറിലും ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഈ ഒരു ഫോട്ടോ ചെറിയ മോള് കുഞ്ഞായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. ഇപ്പം മോള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുത്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫോട്ടോ ഫ്രെയിം പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഫ്രെയിമിലെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. പോയിൻ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പുല്ല് പോലെയൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഓറഞ്ച് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. ബ്രഷിന്റെ ബാക്ക് വശം കൊണ്ട് നമുക്ക് ഇതിലിങ്ങനെ പെയിന്റ് ചെയ്തെടുക്കാം. നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പുല്ലിലെല്ലാം നമുക്ക് പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് പോലെ ഇങ്ങനെ പെയിന്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. പിന്നീട് നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കൊരു കൂൺ വരച്ചെടുക്കാം. ഇതുപോലെ ഒരു 6 എണ്ണം നമുക്ക് വേണം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഒച്ചിനെ കൂടെ വരച്ചെടുക്കാം. ഇത് നമുക്കൊരു 4 എണ്ണം വേണം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂണിന് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ വൈറ്റും റെഡും കളറാണ് ഇതിന് കൊടുത്തെടുക്കുന്നത്. ഇത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോയുടെ ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതും കൂടെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇലകൾ പോലെ കട്ട് ചെയ്തെടുത്ത് അതിന് പെയിന്റൊക്കെ ചെയ്ത് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ ലേഡി ബഗിനെയൊക്കെ കട്ട് ചെയ്തെടുത്ത് അതൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക.
അപ്പോൾ ഇതാ നമ്മൾ ആ കോണിൻ്റെ റെഡ് കളർ ഭാഗത്ത് ഇതുപോലെ വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 5 എണ്ണം കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിനും കൂടെ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഒച്ചിന്റെ ഈ ഒരു ഭാഗത്ത് കളർ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഒച്ചിന്റെ തോട് പോലെയുള്ള ആ ഒരു ഭാഗത്ത് ഈ 2 കളറും കൂടെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കാം. പിന്നീട് നമുക്ക് ആ ചുരുണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം പോലെയുള്ളത് നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കൊടുത്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. ഇനി നമുക്ക് ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് ഒച്ചിന്റെ കണ്ണും കൂടെ പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിതാ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു 3 എണ്ണം കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മുടെ ഫോട്ടോ ഫ്രെയിമിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു ഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം. അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം കാണാനായിട്ട്? ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ നമുക്ക് ഇതിനകത്തേക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ അല്ലേ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.